ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ കെമിക്കൽ ബോണ്ടിങ് എന്നുള്ള ലെസൺ കണ്ടിന്യൂ ചെയ്യുവാണ്. പുതിയൊരു കൺസെപ്റ്റുമായിട്ടാണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫോർമൽ ചാർജ് എന്ന് പറയുന്ന പുതിയൊരു കൺസെപ്റ്റുമായിട്ടാണ് നമ്മളിന്ന് തുടങ്ങുന്നത്. അപ്പോൾ ഫോർമൽ ചാർജ് എന്താണ് എന്ന് പറയുന്നതിന് മുന്നേ ഒരു മോളിക്യൂളിനെ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ വെച്ചിട്ട് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ഇപ്പോൾ A2B എന്ന് പറയുന്ന ഒരു മോളിക്യൂളാണെന്ന് വിചാരിക്കുക. A2B ഈ മോളിക്യുലർ ഫോമിലുള്ള ഒരു മോളിക്യൂൾ. അതിൻ്റെ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ നമുക്ക് ഈ രീതിയിലും വരയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയും വരയ്ക്കാം. നടുക്ക് ബി വരുന്ന രീതിയിൽ ഇങ്ങനെ വരയ്ക്കാം, അല്ലെങ്കിൽ ബി ഒരു എൻഡിൽ വരുന്ന രീതിയിൽ വരയ്ക്കാം. ഈ രണ്ട് ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ ഒരെണ്ണം മാത്രമാണ് അതിൻ്റെ ആക്ച്വൽ സ്ട്രക്ചറിനോട് യോജിച്ച് ഇരിക്കുന്നത്. മറ്റത് അതിൻ്റെ ആക്ച്വൽ സ്ട്രക്ചർ ആയിരിക്കണമെന്നില്ല. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള സ്ട്രക്ചർ വരുന്ന ലൂയിസ് ഡോട്ട് സിമ്പിൾ അല്ലെങ്കിൽ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ ഏതാണ്, ഇതാണോ കറക്റ്റ് എന്നറിയാൻ വേണ്ടി നമ്മൾ ഒരുപാട് മാർഗങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇതിലെ ഏത് ആണ് കറക്റ്റ് എന്ന് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിലൊരു മാർഗമാണ് ഫോർമൽ ചാർജ് എന്നാണ് പറയുന്നത്. ഏതാണ് ഇതിലെ യഥാർത്ഥ സ്ട്രക്ചർ എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ് മാത്രമാണ് ഫോർമൽ ചാർജ്. ഓക്കെ, അപ്പോൾ ഫോർമൽ ചാർജ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വെച്ചിട്ട് ഇപ്പം ഇങ്ങനെ രണ്ട് സ്ട്രക്ചർ ഉണ്ടെങ്കിൽ അതിൽ ഏതാണ് ശരിക്കുള്ള മോളിക്യൂളിന്റെ സ്ട്രക്ചർ എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. കുറേ മെത്തേഡ്സ് ഉപയോഗിക്കണം, അതിലൊരു മെത്തേഡാണ് ഫോർമൽ ചാർജ്. ഇനി ഫോർമൽ ചാർജ് എന്ന് വെച്ചാൽ നിങ്ങളൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ നിങ്ങൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒക്കെ കണ്ടുപിടിക്കുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരു H2O എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് എഴുതുമ്പോൾ ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ട്. അതുപോലെ അമോണിയ എന്ന് വേറൊരു കോമ്പൗണ്ട് എഴുതുമ്പോൾ അതിലെ നൈട്രജന്റെയും ഹൈഡ്രജന്റെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ പഠിച്ച പോലെ നമ്മൾ ഒരു മോളിക്യൂളിന്റെ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ വരച്ചിട്ട് അതിലെ എല്ലാ ആറ്റങ്ങളുടെയും ഫോർമൽ ചാർജ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ന്യൂട്രൽ മോളിക്യൂൾ ആണെങ്കിൽ നിങ്ങളിങ്ങനെ എല്ലാ ആറ്റങ്ങളുടെയും ഫോർമൽ ചാർജ് കണ്ടുപിടിച്ചിട്ട് എല്ലാം കൂടെ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് 0 കിട്ടും. ഇനി ന്യൂട്രൽ മോളിക്യൂൾ അല്ല, ചാർജ്ഡ് അയോൺ ആണ്, -1 ചാർജുള്ള ഒരു അയോൺ ആണെന്ന് വിചാരിക്കുക എക്സാമ്പിൾ ആയിട്ട്. അപ്പൊ നിങ്ങൾ അതിലെ എല്ലാ ആറ്റങ്ങളുടെയും ഫോർമൽ ചാർജ് കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ഫൈനലി -1 എന്നുള്ളൊരു ആൻസർ കിട്ടും. അതുപോലെ ഒരു +1 എന്ന ചാർജുള്ള ഒരു അയോൺ ആണെങ്കിൽ നിങ്ങൾ എല്ലാ ആറ്റത്തിന്റെയും ഫോർമൽ ചാർജ് കണ്ടുപിടിച്ചിട്ട് പിന്നെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് +1 കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു സ്പീഷ്യസ് ചാർജ്ഡ് ആണോ ചാർജ്ഡ് അല്ലയോ ന്യൂട്രൽ ആണോ എന്ന് കണ്ടുപിടിക്കാനും നമുക്ക് ഫോർമൽ ചാർജ് ഉപയോഗിക്കാം. ഇനി ഫോർമൽ ചാർജിനെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ the formal charge of the atom in a molecule or ion is the charge calculated for that atom based on the Lewis structure of the molecule or ion using the equation given here. ഒന്നുകൂടെ പറയാം. The formal charge of the atom in a molecule or ion is the charge calculated for that atom based on the Lewis structure of the molecule or ion using the equation formal charge equal to total number of valence electron in the free atom minus total number of non-bonding or unpaired electrons minus half into total number of bonded or shared electrons. ഇനി എന്താണ് ഇക്വേഷനിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറയാം. ഏതിൻ്റെയാണോ ഫോർമൽ ചാർജ് കണ്ടുപിടിക്കേണ്ടത്? ഫോർമൽ ചാർജ് നമ്മൾ ഒരു പർട്ടിക്കുലർ മോളിക്യൂൾ അല്ലെങ്കിൽ അയോൺ എടുക്കുമ്പോൾ എല്ലാ ആറ്റത്തിനെയും നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ, അതിലെ ഏത് പർട്ടിക്കുലർ ആറ്റത്തിൻ്റെയാണോ ഫോർമൽ ചാർജ് കണ്ടുപിടിക്കാൻ പോകുന്നത് ആ ആറ്റത്തില് വാലൻസ് ഇലക്ട്രോൺസ് എത്രയാണ് വെറുതെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ബോണ്ടിങ്ങിൽ ഏർപ്പെടാതിരിക്കുമ്പോൾ ഉള്ള വാലൻസ് ഇലക്ട്രോൺസ് എത്രയാണ് അത് ആദ്യം എഴുതുക. മൈനസ് ഇപ്പോൾ നമ്മളൊരു ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ ആ മോളിക്യൂളിന് അല്ലെങ്കിൽ അയോണിന് വരച്ചു വെച്ചിട്ടുണ്ടല്ലോ, അവിടെ നമ്മൾ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്ന ആറ്റത്തിന് എത്ര നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് ഉണ്ട്. നോൺ ബോണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ കാണുമ്പോൾ നമുക്കറിയാം എത്ര ആള് ബോണ്ടഡ് ആണ് എത്ര ആള് ബോണ്ടഡ് അല്ല എന്നൊക്കെ. നോൺ ബോണ്ടഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് എത്രയുണ്ട്, ഓക്കെ, അതിന്റെ എണ്ണം -12 ഇൻറ്റു ആ ആറ്റത്തിന് ചുറ്റും ബോണ്ടിങ്ങിൽ ഏർപ്പെടുത്തുക അല്ലെങ്കിൽ ബോണ്ടിങ്ങിലൂടെ കിട്ടിയ എത്ര ഇലക്ട്രോൺസ് ആ ആറ്റത്തിനുണ്ട്.
ആ ആറ്റത്തിന് ചുറ്റും ബോണ്ടഡ് ആയിട്ട് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്. അങ്ങനെയാണ് ഫോർമൽ ചാർജ് കണ്ടുപിടിക്കുക. ഓക്കെ, ഈ ഇക്വേഷനെ ഒന്ന് ഷോർട്ട് ആക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം, വി മൈനസ് എൽ മൈനസ് ഹാഫ് ഇൻറ്റു എസ്. ഇതിൽ വി എന്ന് പറഞ്ഞാൽ വാലൻസി ഓഫ് ദാറ്റ് ആറ്റം ഇൻ ദ ഫ്രീ ആറ്റം, വാലൻസി ഓഫ് ദ ആറ്റം ഇൻ ദ ഫ്രീ സ്റ്റേറ്റ്, മൈനസ് ലോൺ പെയർ ഇലക്ട്രോൺസ്, ലോൺ ഇലക്ട്രോൺസ് കേട്ടോ, എത്ര ഇലക്ട്രോൺസ് അൺപെയർഡ് ആയിട്ടുണ്ട്, മൈനസ് ഹാഫ് ഇൻറ്റു ഷെയർഡ് ഇലക്ട്രോൺസ്. ഷെയർഡ് ഇലക്ട്രോൺസ് പറഞ്ഞാൽ ബോണ്ടഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് എത്രയുണ്ട്, ആ ആറ്റത്തിന് ചുറ്റും ബോണ്ടഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് എത്ര ഉണ്ട്. ഓക്കെ, അങ്ങനെയാണ് ഫോർമൽ ചാർജ് കണ്ടുപിടിക്കേണ്ടത്. ഇനി ഒരു ഇല്ലസ്ട്രേറ്റീവ് എക്സാമ്പിൾ ആയിട്ട് ടെസ്റ്റിൽ നിങ്ങളുടെ ബുക്കിൽ തന്നിരിക്കുന്ന ഒരു ഫോർമൽ ചാർജ് കണ്ടുപിടിക്കാനുള്ള ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫോർമുല ഇത് കാണാതെ പഠിക്കണം, എന്നാലേ ഫോർമൽ ചാർജ് എന്ന് പറയുന്ന കാര്യം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഫോർമുല കാണാതെ പഠിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ ചെയ്യേണ്ടത്, ഏത് മോളിക്യൂളാണോ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്, ആരുടെ ഫോർമൽ ചാർജ് ആണോ കണ്ടുപിടിക്കാൻ പറയുന്നത്, അതിന്റെ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ വരയ്ക്കാൻ അറിയുക എന്നുള്ളതാണ് അടുത്തതായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഫോർമൽ ചാർജുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ ഓസോൺ മോളിക്യൂളിന്റെ എക്സാമ്പിൾ ആണ്. O3യുടെ ഫോർമൽ ചാർജ് കണ്ടുപിടിക്കാനുള്ള എക്സാമ്പിൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ടെക്സ്റ്റിൽ വളരെ വിവരിച്ചു കൊടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ ആദ്യം നമുക്ക് ഓസോണിന്റെ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ വരയ്ക്കാം. ഓസോൺ എന്ന് പറയുമ്പോൾ 3 ഓക്സിജൻ ആറ്റം ഉണ്ട് ഇങ്ങനെ. ഓക്കെ, ഇനി ഓരോ ഓക്സിജൻ ആറ്റത്തിന് ചുറ്റും അതിന്റെ ഇലക്ട്രോൺ ഡോട്ടുകൾ വരയ്ക്കാം. ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ ഉപയോഗിച്ചിട്ട് ഇലക്ട്രോൺ ഡോട്ടുകൾ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇതിന് 6 ഇലക്ട്രോൺ ആണ് ഇതിന് ചുറ്റുമുള്ളത്, ഈ ഓക്സിജന് ചുറ്റും. അതുപോലെ ഈ ഓക്സിജന് ചുറ്റും 6 ഇലക്ട്രോൺ. ഓക്കെ, ഇനി ഈ ഓക്സിജന് ചുറ്റും ഇതേപോലെ 6 തന്നെയാണ്. അപ്പൊ എല്ലാ ഓക്സിജന് ചുറ്റും ഞാൻ 6 ഇലക്ട്രോണുകളെ വരച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ ബോണ്ട് സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഈ ഭാഗത്ത് ഒരു ഡബിൾ ബോണ്ടാണ്. ഓക്കെ, ഇതിന്റെ ഈ 2 ഇലക്ട്രോണുകൾ, അതുപോലെ ഇതിന്റെ ഈ 2 ഇലക്ട്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ സൈഡിൽ വരുന്നത് ഒരു ഡബിൾ ബോണ്ടാണ്. ഈ സൈഡിൽ ഒരു സിംഗിൾ ബോണ്ടാണ്. മാത്രവുമല്ല അതൊരു കോർഡിനേറ്റ് കോവലൻ ബോണ്ടാണ്. ആ സൈഡിൽ വരുന്നത് ഒരു കോർഡിനേറ്റ് കോവലൻ ബോണ്ടാണ്. കോർഡിനേറ്റ് കോവലൻ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഓക്സിജൻ ഇവിടുത്തെ ഈ ബോണ്ടിന് വേണ്ട ഇലക്ട്രോണുകളെ ഈ ഓക്സിജൻ എടുക്കുന്നില്ല. ഈ ഓക്സിജന്റെ 6 ഇലക്ട്രോണും നോൺ ബോണ്ടിങ് ആയിട്ട് അവിടെ കിടക്കും. അപ്പോൾ ഇവിടെ ആക്ച്വലി ഒരു കോവലൻ ബോണ്ടാണ്. കോവലൻ ബോണ്ടിലേക്ക് വേണ്ട 2 ഇലക്ട്രോണുകളെ കൊടുക്കുക ഈ ഓക്സിജൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ബോണ്ട് ഉണ്ട്. ഈ ബോണ്ടിക്കുള്ള 2 ഇലക്ട്രോണും ഈ ഓക്സിജന്റെ ഈ 2 ഇലക്ട്രോൺസ് ആണ്. അപ്പൊ ഇതിനെ നമുക്ക് ഇങ്ങോട്ടേക്ക് മാറ്റി വരയ്ക്കാം. ഓക്കെ, റെഡ് കളറിൽ കാണിക്കാം, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവില്ല. റെഡ് കളറിൽ കാണിക്കാം. പക്ഷെ ആ റെഡ് കളറിൽ ഇരിക്കുന്ന ആ 2 ഇലക്ട്രോണും ആരുടെ ഇലക്ട്രോൺ ആണ്? ഇപ്പുറത്തെ ഈ ഓക്സിജന്റെ ഇലക്ട്രോൺ ആണ്, സെൻട്രൽ ഓക്സിജന്റെ ഇലക്ട്രോൺ ആണ്. എന്ന് വെച്ചാൽ ഈ ഓക്സിജൻ ബോണ്ടിങ്ങിന് വേണ്ടി ഇലക്ട്രോണിനെ എടുക്കുന്നതേ ഇല്ല. ഇനി നമുക്ക് ഓക്സിജൻ ആറ്റങ്ങൾക്ക് നമ്പർ ഇടാം. ഈ ഓക്സിജനെ നമുക്ക് സെൻട്രൽ ഓക്സിജനെ നമ്മൾ ഓക്സിജൻ 1 എന്നും, ഈ ഓക്സിജനെ നമ്മൾ ഓക്സിജൻ 2 എന്നും, ഈ ഓക്സിജനെ നമ്മൾ ഓക്സിജൻ 3 എന്നും കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഓരോരോ ഓക്സിജന്റെ ആയിട്ട് ഫോർമൽ ചാർജ് കണ്ടുപിടിക്കാം. അപ്പൊ ഫോർമൽ ചാർജ് ഓഫ് ഓക്സിജൻ 1. ഓക്കെ, ഫോർമുല ഞാൻ ഒന്നുകൂടെ പറയാം. എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഇൻ ദ ഫ്രീ ആറ്റം മൈനസ് ടോട്ടൽ നമ്പർ ഓഫ് നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ലോൺ ഇലക്ട്രോൺസ്. ലോൺ ഇലക്ട്രോൺസ് പറഞ്ഞാൽ ബോണ്ടിങ്ങിൽ ഏർപ്പെടാത്തത്, മൈനസ് ഹാഫ് ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് ബോണ്ടിങ് ഓർ ഷെയർഡ് ഇലക്ട്രോൺസ്. അപ്പോൾ സെൻട്രൽ ആറ്റത്തിന്റെ ആണല്ലോ ആദ്യം കണ്ടുപിടിക്കാൻ പോകണം. ഓക്സിജന്റെ ബാലൻസി നിങ്ങൾക്ക് അറിയാം. ഓക്സിജന്റെ ബാലൻസി എന്ന് പറഞ്ഞാൽ 6. ഓക്കെ, 1s2 2s2 2p4. അപ്പൊ 2s2 2p4 എന്ന് പറഞ്ഞു വന്ന രണ്ടാമത്തെ ഷെല്ലിലെ 6 പേരും ബാലൻസ് ഇലക്ട്രോൺസ് ആണ്. 6 മൈനസ്. ഇനി ഇപ്പൊ ഈ സ്ട്രക്ചർ കണ്ടാലേ അറിയാം, ഇവര് 2 പേരാണ് ബോണ്ടിങ്ങിൽ ഏർപ്പെടാത്തത്. ഇപ്പുറത്തെ 2 പേര് ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടിട്ടുണ്ട്, ഇവര് 2 പേരും ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടിട്ടുണ്ട്.
ബോണ്ടിങ്ങിൽ ഏർപ്പെടാത്തപ്പോൾ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 എണ്ണം ഉണ്ട്. 6 - 2 മൈനസ് ഹാഫ് ഇൻറ്റു ഈ ആറ്റത്തിന് ചുറ്റുമുള്ള ബോണ്ടഡ് ഇലക്ട്രോൺസ് പറയുമ്പോൾ ഈ ആറ്റത്തിന് ചുറ്റും എത്ര ബോണ്ട് ഉണ്ട് നോക്കുക. എത്ര ബോണ്ട്? 1 2 3 ബോണ്ടിലും കൂടെ എത്ര ഇലക്ട്രോൺസാ? 6 ഇലക്ട്രോൺസ്. അപ്പൊ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് സംഭാവന ചെയ്ത ഇലക്ട്രോണിനെ മാത്രമല്ല എടുക്കേണ്ടത്, ഇയാൾക്ക് ബോണ്ടിങ്ങിലൂടെ കിട്ടിയ ഇപ്പുറത്തെയും അപ്പുറത്തെയും ഇലക്ട്രോണുകൾ എടുക്കണം. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ബോണ്ടഡ് ഇലക്ട്രോൺസ് എത്രയാണ്? ഹാഫ് ഇൻറ്റു 6. അപ്പൊ 6 - 2 അല്ലേ? അപ്പൊ 6 - 2 - 3. ഓക്കെ, അപ്പൊ എത്ര വരും? 6 - 2 എന്ന് പറഞ്ഞാൽ 4, 4 - 3 എന്ന് പറഞ്ഞാൽ 1. അപ്പൊ ഈ ആദ്യത്തെ ഓക്സിജന്റെ ഫോർമൽ ചാർജിന്റെ ആൻസർ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? 1 എന്നുള്ള ആൻസർ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓക്സിജൻ 2ന്റെ ചെയ്ത് നോക്കാം. ഫോർമൽ ചാർജ് ഓഫ് ഓക്സിജൻ 2. ഓക്കെ, ഓക്സിജൻ 2ന്റെ ചെയ്യുമ്പോൾ ഇതേപോലെ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് അല്ലെ? വാലൻസ് ഇലക്ട്രോണിന്റെ എണ്ണം ഈ ഓക്സിജൻ എത്രയാണ്? 6 തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഓക്സിജന്റെ വാലൻസ് ഒരിക്കലും 6 ഇല്ല, 6 തന്നെയാണ്. മൈനസ് നോൺ ബോണ്ടഡ് ഇലക്ട്രോൺ ഇവിടെ 4, കാരണം ആകെ ഇവർ 2 പേരാണ് ബോണ്ടിങ്ങിൽ പങ്കെടുത്തുള്ളൂ, ഇവർ 4 പേരും പങ്കെടുത്തിട്ടില്ല. 4 മൈനസ് ഹാഫ് ഇൻറ്റു ബോണ്ടഡ് ഇലക്ട്രോൺസ് പറയുമ്പോൾ ഈ 2 എണ്ണം ഈ ഓക്സിജന് ചുറ്റും 2 ബോണ്ട് ഉണ്ട്, ആ 2 ബോണ്ടിലെയും ഇലക്ട്രോൺസിനെ ചേർക്കണം എന്നല്ലേ പറഞ്ഞത്? അപ്പൊ ഹാഫ് ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 6 - 4 - 2 എന്ന് വരും. ഓക്കെ, അപ്പൊ 0 ആണ് ഫോർമൽ ചാർജ് ഓഫ് ഓക്സിജൻ 2. ഓക്കെ, ഇനി ഓക്സിജൻ 3ലേക്ക് വരാം. ഈ ഓക്സിജൻ, അപ്പോൾ ഫോർമൽ ചാർജ് ഓഫ് ഓക്സിജൻ 3 ഇതേപോലെ ചെയ്യണം. ഓക്സിജൻ 3യുടെ ചെയ്യുമ്പോൾ ബാലൻസ് ഇലക്ട്രോൺ നിങ്ങൾക്ക് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 6 തന്നെയാണ്, അതിന് മാറ്റമൊന്നുമില്ല. 6 മൈനസ് ഇനി ഇവിടുത്തെ നോൺ ബോണ്ടഡ് ഇലക്ട്രോൺസ് 6 പേരും നമ്മൾ നേരത്തെ പറഞ്ഞു, എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞു 6 പേരും ബോണ്ടിങ്ങിൽ ഏർപ്പെടാത്തവരാണ്. അപ്പോൾ -6 മൈനസ് ഹാഫ് ഇൻറ്റു ബോണ്ടിങ്ങിലൂടെ ഇപ്പുറത്തെ 2 ഇലക്ട്രോണിനെ കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഹാഫ് ഇൻറ്റു 2. ബോണ്ടഡ് ഇലക്ട്രോൺസ് ഇതിന് 2 ആണ്, കാരണം ഇതിന് ഒരു ബോണ്ടാണുള്ളത്, ആ ബോണ്ടിങ്ങിൽ 2 എണ്ണം. അപ്പോൾ 6 - 6 -1 കിട്ടും. അപ്പോൾ ആൻസർ എന്താ? 6 - 6 0 -1. ഓക്കെ, അപ്പോൾ ഈ ഓക്സിജൻ ആറ്റം 1ന്റെ ഫോർമൽ ചാർജ് 1 +1 എന്നും ഈ ഓക്സിജൻ ആറ്റം 2ന്റെ ഫോർമൽ ചാർജ് 0 എന്നും ഈ ഓക്സിജൻ ആറ്റം 3യുടെ ഫോർമൽ ചാർജ് -1 എന്നും കിട്ടി. മൂന്നും കൂടെ ആഡ് ചെയ്താൽ 1 + 0 + -1 എന്ന് വെച്ചാൽ 0. 1 + 0 + -1 എന്ന് പറഞ്ഞാൽ 0 ആണ് നിങ്ങൾക്ക് ഫോർമൽ ചാർജ് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. എന്ന് വെച്ചാൽ ഓസോൺ ഈസ് എ ന്യൂട്രൽ മോളിക്യൂൾ എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ദ ലോവസ്റ്റ് എനർജി സ്ട്രക്ചർ ഈസ് ദ അയോൺ വിത്ത് ദ സ്മോളസ്റ്റ് ഫോർമൽ ചാർജ് ഓൺ ദ ആറ്റംസ്. ഇപ്പം ഇങ്ങനെ ഒന്നിലധികം ലൂയിസ് സ്ട്രക്ചർ ഈ ഓസോണിൽ വരയ്ക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ എല്ലാ ലൂയിസ് സ്ട്രക്ചറിലും ഫോർമൽ ചാർജ് കണ്ടുപിടിക്കണം. എന്നിട്ട് എവിടെയാണോ ഫോർമൽ ചാർജിന് ഏറ്റവും ലോവസ്റ്റ് വാല്യൂ വരുന്നത് അതായിരിക്കും അതിൻ്റെ പ്രിഫേർഡ് ലൂയിസ് സ്ട്രക്ചർ. ഓക്കെ, അപ്പം എന്താണ്? ദ ലോവസ്റ്റ് എനർജി സ്ട്രക്ചർ ഈസ് ദ വൺ വിത്ത് ദ സ്മോളസ്റ്റ് ഫോർമൽ ചാർജസ് ഓൺ ദി ആറ്റംസ്. അപ്പോൾ 2 or 3 ലൂയിസ് സ്ട്രക്ചർ വരുന്ന കേസിൽ നമ്മൾ ഫോർമൽ ചാർജ് കണ്ടുപിടിച്ചിട്ട് എവിടെയാണോ അതിന് ലോവസ്റ്റ് എനർജി വരുന്നത്, ലോവസ്റ്റ് വാല്യൂ വരുന്നത്, ഫോർമൽ ചാർജിന് ലോവസ്റ്റ് വാല്യൂ ഏതിലാണോ വരുന്നത് അതാണ് നമ്മുടെ പ്രിഫേർഡ് ലൂയിസ് സ്ട്രക്ചർ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ, ഒരു അയോണിൻ്റെ എക്സാമ്പിൾ വേണമെങ്കിൽ ഫോർമൽ ചാർജ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാം. ഇപ്പം നമ്മൾ കാർബണേറ്റ് അയോൺ എക്സാമ്പിളായിട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കൂ. കാർബണേറ്റിൻ്റെ ഫോർമൽ ചാർജ് കണ്ടുപിടിക്കുകയാണ്. കാർബണേറ്റ് അയോണിൻ്റെ ഫോർമുല നിങ്ങൾക്കറിയാം, CO3 2-. അതിൻ്റെ ചെയ്യുകയാണെങ്കിൽ ഫോർമൽ ചാർജ് നിങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ CO3 2- എന്ന് പറയുന്ന അയോണിൻ്റെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ അയോണിൻ്റെ ഫോർമൽ ചാർജ് കണ്ടുപിടിക്കുന്നതിൻ്റെ ആദ്യത്തെ ഘട്ടമായിട്ട് ഫസ്റ്റ് സ്റ്റേജായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ലൂയിസ് സ്ട്രക്ചർ വരയ്ക്കണം അല്ലേ? ലൂയിസ് സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ ഓക്കെ, സിക്ക് 4 ആറ്റങ്ങളാണുള്ളത്.
പിന്നെ ഇവിടെ O. ഓക്കെ 6 എണ്ണം ഉണ്ട്. 1 2 3 4. ഈ സിയുടെ 2 എണ്ണം ഈ ഓക്സിജൻ്റെ. ഓക്കെ, അപ്പോൾ കാർബണിൻ്റെ 4 എണ്ണം വരച്ചു, ഓക്സിജൻ്റെ ഇവിടുത്തെ 6 എണ്ണം വരച്ചു. ഇനി 2 ഓക്സിജനും കൂടെ ഇപ്പറയുണ്ട്. ഈ ഓക്സിജനും 2 പേർക്കും നമ്മൾ എത്ര എണ്ണം വരച്ചു? ഈ ഓക്സിജൻ നോക്കൂ, 1 2 3 4 5 6 7 വരച്ചു. 7 വരച്ച് എന്താ വെച്ചാൽ CO3 2- അല്ലേ? അപ്പോൾ ഈ മൈനസ് ചാർജ് ഉള്ള ഒരു ഓക്സിജൻ ആണ്. അപ്പോൾ 7 ഇലക്ട്രോൺ ഉണ്ട്. സാധാരണ ഓക്സിജൻ ആണെങ്കിൽ 6 ഇലക്ട്രോൺ. ഇവിടെ 2 ഓക്സിജന് മൈനസ് ചാർജ് എന്നുള്ള രീതിയിൽ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ 2 പേർക്കും നമ്മൾ എന്ത് ചെയ്യണം? 7 ഇലക്ട്രോണിനെ വരയ്ക്കണം. എന്നിട്ട് ഇനി ബോണ്ടുകൾ കാണിക്കാം. ഓക്കെ, ഇവിടെ മുകളിൽ ഇവർ 2 പേരും തമ്മിലൊരു ഡബിൾ ബോണ്ടാണ്. ഡബിൾ ബോണ്ടിൽ ഇലക്ട്രോൺ ആരൊക്കെ എടുത്തത്? 2 എണ്ണം കാർബണിൻ്റെ, 2 എണ്ണം ഈ ഓക്സിജൻ്റെ. ഇവിടെ ഒരു സാധാരണ ബോണ്ടാണ്, ഇവിടെ അതേപോലെ സാധാരണ ബോണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഫോർമൽ ചാർജ് കണ്ടുപിടിക്കുക. അപ്പോൾ ഈ 2 എണ്ണത്തിൽ മൈനസ് ചാർജ് ഉണ്ടെന്ന് നമുക്കറിയാം, അതുകൊണ്ടാണ് നമ്മൾ 7 ഇലക്ട്രോണിനെ വരച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഫോർമൽ ചാർജ് കണ്ടുപിടിച്ചാൽ ഈ കാർബണിന് നിങ്ങൾക്ക് 0 എന്ന് കിട്ടും. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പോലെ തന്നെ ഫോർമുല അപ്ലൈ ചെയ്തിട്ട് ചെയ്യാം. 4 ആറ്റത്തിനും കണ്ടുപിടിക്കണം. ഈ കാർബണിന് നിങ്ങൾക്ക് 0 എന്ന് കിട്ടും, ഈ ഓക്സിജന് 0 എന്ന് കിട്ടും, ഈ ഓക്സിജന് -1 എന്നും ഈ ഓക്സിജന് -1 എന്നും കിട്ടും. ഓക്കെ, വേണമെങ്കിൽ ഇത് കാർബണിന് പേരിടേണ്ട ആവശ്യമില്ല. ഇത് ഓക്സിജൻ 1 എന്നും ഇത് ഓക്സിജൻ 2 എന്നും ഇത് ഓക്സിജൻ 3 എന്നും പേരിട്ട് കഴിഞ്ഞാൽ കാർബണിന് 0 കിട്ടും, ഓക്സിജൻ 1നും 0, ഓക്സിജൻ 2ക്ക് -1, ഓക്സിജൻ 3ക്ക് -1. അപ്പോൾ എല്ലാ ഫോർമൽ ചാർജും കൂടെ കിട്ടിയാൽ -2 എന്ന് ആൻസർ കിട്ടും. നിങ്ങൾ നോക്കൂ, ഈ അയോണിൻ്റെ ചാർജും -2 തന്നെ ആണ്. ഓക്കെ, അതാണ് ഫോർമൽ ചാർജിൻ്റെ പ്രത്യേകത. അപ്പോൾ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ ആദ്യം വരയ്ക്കണം. അപ്പോൾ ഓസോണിൻ്റെ കേസാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്തത്. ഓക്കെ, ബാക്കി നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അയോണിക് ബോണ്ടിങ്, കോവലന്റ് ബോണ്ടിങ്, കോർഡിനേറ്റ് കോവലന്റ് ബോണ്ടിങ് തുടങ്ങിയ ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു.